Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൂരിയുടെയും ദോശയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാലയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. ഇനി ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ശരിക്കും ഉലുവയാണ് ആദ്യം ഇടുന്നത്. സത്യത്തിൽ ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ആദ്യം കടുക് ഇടുന്നത്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3-4 വറ്റൽമുളകാണ്. അതൊന്ന് നടുക്കീറിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ താളിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാളയും അതുപോലെ കുറച്ച് ഇഞ്ചിയും ഒരു 2 പച്ചമുളകാണ്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി കിട്ടണം. അതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങ് വേവിക്കണ കാണിക്കാൻ മറന്നുപോയി. ഉരുളൻകിഴങ്ങ് ഇപ്പോൾ ഒരു 3 എണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിച്ചപ്പോൾ ഇറക്കി വെച്ചു. ഇതിപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മസാല ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിലത്തെ ആ വെള്ളത്തോടുക്കനെയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഞാൻ വെള്ളം ഒന്ന് വറ്റി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഫുള്ള് മറവിയുടെ ദിവസമായിരുന്നു. ശരിക്കും ഇതിലേക്ക് നമ്മൾ ആ കടുകും ഉലുവൊക്കെ ഇടുന്ന ടൈമിൽ തന്നെ കുറച്ച് ഉഴുന്നിടാറുണ്ട്. നമ്മുടെ മസാലയിൽ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും. അപ്പോൾ അത് മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് ഉഴുന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. ഞാൻ ഈ മസാല നമ്മുടെ ദോശയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ദോശ ചുടുന്നതും കൂടി വീഡിയോ എടുത്തുന്നുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മുടെ നല്ല മുരിഞ്ഞ ദോശ പോലെയാണ് നമുക്ക് ഈ ദോശ കിട്ടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഇടാം. ഇത് നമ്മുടെ ചട്നിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.